ചിലപ്പോഴൊക്കെ ആകാശം ചിലരെ വിഴുങ്ങാറുണ്ട്. ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ, ഒരു നിഴൽ പോലും അവശേഷിപ്പിക്കാതെ. 1978 ഓസ്ട്രേലിയയിലെ ബാസ് സ്ട്രീറ്റിന് മുകളിൽ വെച്ച് നടന്നത് വെറുമൊരു അപകടമായിരുന്നില്ല. അത് ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു പ്രഹേളികയാണ്. അതൊരു വിമാനമല്ല എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഇത്തരം ഞെട്ടിക്കുന്നതും നിഗൂഢവുമായ സത്യങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരം മിസ്റ്ററികൾ അറിയാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആ ആകാശത്തിലെ രഹസ്യത്തിലേക്ക് പറക്കാം. ഒക്ടോബർ 21 ശനിയാഴ്ച വൈകുന്നേരം 20 വയസ്സുകാരനായ പൈലറ്റ് ഫ്രെഡറിക് വാലന്റൈൻസ് തൻ്റെ സെസ്ന വിമാനത്തിൽ കിങ് ഐലൻഡിലേക്ക് തിരിച്ചു. ആകാശം ശാന്തമായിരുന്നു, എല്ലാം സാധാരണ പോലെ. എന്നാൽ കൃത്യം 7:06 മെൽബൺ കൺട്രോൾ ടവറിലെ സ്പീക്കറിൽ ഫ്രെഡറിക്കിൻ്റെ പരിഭ്രാന്തമായ എനിക്ക് മുകളിലായി 4 വലിയ ലൈറ്റുകളുള്ള ഒരു വസ്തു പറക്കുന്നുണ്ട്. അതൊരു വിമാനമാണോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. കൺട്രോൾ ടവർ മറുപടി നൽകി, അവിടെ മറ്റ് വിമാനങ്ങൾ ഒന്നും തന്നെയില്ല. അവിടെയാണ് ആ നിഗൂഢതയുടെ തുടക്കം. ആ വിചിത്രമായ വസ്തു ഫ്രെഡറിക്കിനെ വേട്ടയാടാൻ തുടങ്ങി. അത് അദ്ദേഹത്തിൻ്റെ വിമാനത്തിനു ചുറ്റും അതിവേഗത്തിൽ വട്ടം ചുറ്റുകയായിരുന്നു. അതിനെ കളിയാക്കുകയാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആ വസ്തുവിൽ നിന്ന് ഒരു പച്ച വെളിച്ചം പുറപ്പെടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറിലാകാൻ തുടങ്ങി. അവസാന നിമിഷം ഫ്രെഡറിക്ക് പറഞ്ഞു, ആ വിചിത്ര വിമാനം ഇപ്പോൾ എനിക്ക് മുകളിൽ നിശ്ചലമായി നിൽക്കുകയാണ്. അതൊരു വിമാനമല്ല. പിന്നീട് കേട്ടത് ഭയാനകരമായ ഒരു ശബ്ദമാണ്. ലോകങ്ങൾ തമ്മിൽ അതിശക്തമായി ഉരസുന്ന ഒരു ശബ്ദം. 17 സെക്കൻഡ് നീണ്ടുനിന്ന ആ ശബ്ദത്തിന് ശേഷം ഫ്രെഡറിക്കും ആ വിമാനവും അവിടെ നിന്നും അപ്രത്യക്ഷമായി മാറി. ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയിട്ടും കടലിൽ ഒരു തുള്ളി എണ്ണയോ വിമാനത്തിൻ്റെ അവശിഷ്ടമോ കണ്ടില്ല. എന്നാൽ വിചിത്രമായ കൂടാതെ അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടു മുമ്പ് ആരോ എടുത്ത ഒരു ഫോട്ടോയിൽ ആകാശത്ത് ഒരു കറുത്ത രൂപം വിമാനത്തിന് പിന്നാലെ വരുന്നത് വ്യക്തമായി കാണാമായിരുന്നു. ഇതിനെക്കുറിച്ച് പിന്നീട് വന്ന പല തിയറികളും നമ്മെ ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം മറ്റൊരു ലോകത്തേക്ക് പോയതാണോ, അതോ വർഷങ്ങൾക്ക് ശേഷം ഇതിന് സമാനമായ മറ്റൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഫ്രെഡറിക്കിൻ്റെ വിമാനം പിന്നീട് എവിടെയെങ്കിലും കണ്ടോ? ആ 17 സെക്കൻഡിലെ ശബ്ദത്തിൻ്റെ അർത്ഥം കണ്ടെത്തിയോ? ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ വീഡിയോയുടെ 2ാം ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. ഈ മിസ്റ്ററിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നിഗൂഢതയുമായി നമ്മൾ വീണ്ടും വരും. നന്ദി. Wow.